ഹായ്, നമസ്തേ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ മൊബൈലെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സീരിയൽ താരം റെനീഷ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല ഇട്ടതിൻ്റെ പേരിൽ കുറേ ആളുകൾ അതിന് നൽകിയ കമൻസിന്, നെഗറ്റീവ് കമൻസിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ റെനീഷ പറയുന്ന ഒരു വാചകത്തോട് അനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഞാൻ പറയാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊന്നുമല്ല, അരികിൽ അബി എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്. സീരിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിയാണ് എനിക്ക് സീരിയലിൽ അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് മുൻപ് ഒപ്പിച്ചു തന്നതും. അതോടൊപ്പം തന്നെ പുള്ളിയുടെ ഒരു ഷോർട്ട് മൂവിയിൽ ഈ റെനീഷ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരിയെയും എനിക്ക് പരിചിതമാകുന്നത്. പിന്നെ നമ്മുടെ ബിഗ് ബോസിനകത്തും ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സീരിയൽസിനകത്തുമൊക്കെ പുള്ളിക്കാരി അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് സുപരിചിതയാണ് പുള്ളി. അപ്പം ഇന്ന് അത് പറയുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ചെറുപ്പം തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അത് അനുവർത്തിച്ച് വരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും, പിന്നെ ക്ഷേത്രത്തിലേക്ക് പോയി പൊങ്കാലയിട്ട് അത് പുള്ളിക്കാരുടെ വിശ്വാസമാണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുവാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ വിശ്വാസമല്ലേ, അത് നമുക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്നുള്ള വണ്ണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ക്ഷേത്രത്തിൽ കയറുന്നത് കൊണ്ടും തൊഴുന്നത് കൊണ്ടും അവിടുത്തെ ആചാരങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വിശ്വാസി ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ മതം എന്ന് പറയുന്നത് വെറും ഒരു അഭിപ്രായം മാത്രമാണ്. അത് വ്യക്തികളെ തമ്മിൽ വിഘടിപ്പിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒന്നും ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇന്ന് കാലം കുറേ മാറിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ക്ഷേത്രത്തിലേക്ക് കയറുവാനും തൊഴുവാനും എല്ലാം സാധ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ള എല്ലാ വ്യക്തികൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈശ്വര തുല്യരാണ്. പറഞ്ഞു മനസ്സിലായോ? അത്തരക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലുമില്ല. കാരണം അവർ ഈശ്വര തുല്യരായി കഴിഞ്ഞു. എന്തിനാണ് അവർ അതിനകത്ത് കയറുന്നത്? അപ്പോൾ അത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവാനും ശരീരം ശുദ്ധമാവാനും നമ്മുടെ പ്രവൃത്തി ശുദ്ധമാവാനും എല്ലാം നമുക്ക് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ, ക്ഷേത്ര ആചാരങ്ങളിലൂടെ, ക്ഷേത്രത്തിൽ കയറുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കി എടുക്കണം. അതിനുള്ള ഒരു ബാലപാഠം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടം മാത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും അത്തരം ക്ഷേത്രങ്ങളിൽ, അത്തരം ഇടങ്ങളിൽ ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത. ഇപ്പം വേറൊരു കാര്യം പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ പോയായിരുന്നു. ആ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ പോകുന്ന സമയത്ത് ഈ ശരീരശുദ്ധിയും മനഃശുദ്ധിയുടെയും കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയും പിന്നെ ധാരാളം പേരടങ്ങുന്ന ഒരു ജനസാഗരമായിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ ക്യൂവിൽ നിന്നിരുന്നത്. ഓരോ ചുവടുകൾ വെച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ദർശനത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തും ഇത്തരം വിശ്വാസികൾ ഇല്ല, ഈ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉള്ളവർ എന്ന് നമ്മളൊക്കെ കരുതുന്ന ആളുകളിൽ പെട്ട ആളുകൾ, കുറേ സ്ത്രീജനങ്ങൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നു, കലഹം ഉണ്ടാക്കുന്നു, അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കുന്നു ക്യൂവിൽ നിന്നിട്ട്. അവർക്ക് അവിടെയും ലിംഗവിവേചനമാണ്. പുരുഷന്മാർ നിന്നുകൂടാ, പുരുഷന്മാർ എന്തിനിവിടെ വന്നു, പുരുഷന്മാർക്ക് വേറെ നിന്നുകൂടായിരുന്നു. ആരും ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് എന്ന് ചിന്തിക്കാതെ ഭക്തിപൂർവമാണ് എത്രയോ ജനങ്ങൾ ആ ക്യൂവിനകത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലും ഇപ്പം റെനീഷയ്ക്ക് വന്ന കമൻറ്റിൽ നെഗറ്റീവ് അടിക്കുന്നത് പോലെയുള്ള ആളുകളും ഉൾപ്പെടുന്ന
ഒരു ജനസമൂഹം നമുക്കിടയിലെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ മനഃശുദ്ധിയില്ലാത്ത ആളുകൾ ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുതത് കൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും എന്താണ് അവർക്ക് നേടാൻ പറ്റുന്നത്? ഈ ആളുകൾ തന്നെയാണ് ശ്രീകോവിലിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അങ്ങ് തൊഴും. അവിടുത്തെ ഭരണം വഹിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് തൊഴുന്നത് കൊണ്ടാണ് ബാക്കിലോട്ട് ഇത്ര ക്യൂ വരുന്നതും ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് എത്ര പേര് അതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നറിയാമോ? വെള്ളങ്ങൾ കൊടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്, മുതിർന്നവർ ആയിട്ടുള്ള കുറേ പേര് കുഴഞ്ഞു വീഴുന്നുണ്ട്, അവരെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും വിഷയങ്ങളുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് കയറാം. എന്നാൽ ഈ ഒരു വിശ്വാസത്തെ, ഈ ഒരു ആചാരത്തെ മാനിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷേത്രത്തിൽ കയറിക്കൂടാ എന്നൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ക്ഷേത്രത്തിൽ മനഃശുദ്ധിയും ശരീരശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉള്ള് ശുദ്ധമാക്കുന്നത്, പിന്നെയുള്ള നമ്മുടെ കുളി, ജപം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ബാഹ്യമായും ശുദ്ധമാക്കുന്നു. പിന്നെ നമ്മുടെ മനഃശുദ്ധി, ഇത് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനഃശുദ്ധിയായി. അതായത് നിഷ്കളങ്കമായ മനസ്സായിരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്കും ക്ഷേത്രത്തിൽ കയറാം. ഇന്നും ഇതൊക്കെ ഉണ്ടായാൽ പോലും നമ്മളെ ക്ഷേത്രത്തിലേക്ക് കയറ്റാത്ത ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെക്കുറിച്ച് വിസ്മരിക്കുക. ഈശ്വരൻ നമ്മളിലാണ്, നമ്മുടെ മനസ്സിനുള്ളിലാണ് കുടികൊള്ളുന്നതെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം. അപ്പം ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, അന്യമതസ്ഥരായതുകൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളൊരു വാചകം കേട്ടതുകൊണ്ട് മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. ഏതായാലും ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.